ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും പോലെ ഇനി വയനാട് ജില്ലയ്ക്കും സ്വന്തമായി വൃക്ഷവും പക്ഷിയും മൃഗവുമുണ്ട്. ജില്ലയുടെ ജൈവ വൈവിധ്യ പൈതൃകം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തനത് സ്പീഷീസുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിലാണ് സ്പീഷീസുകളെ കണ്ടെത്തിയത്. വയനാട്ടിലെ ഉയരം കൂടിയ മലനിരകളിൽ മാത്രം കാണുന്ന ബാണാസുര ചിലപ്പൻ ഇനി ജില്ലയുടെ ഔദ്യോഗിക പക്ഷിയാകും. കൂടുതൽ സമയവും മരങ്ങളിൽ വസിക്കുന്ന തേങ്കോലൻ എന്ന നീലഗിരി മാർട്ടിനാണ് ജില്ലയുടെ മൃഗം. ബ്രഹ്മഗിരി ബാണാസുര മലനിരകൾ, പേരിയ, കുറിച്ചിർമല തുടങ്ങിയ സ്ഥലങ്ങളിൽ തേങ്കോലനെ കാണാം. വയനാടൻ കാടുകളിൽ ഏറ്റവും അധികം വളരുന്ന ചെറുമരമായ കാട്ടുചാമ്പയെ ജില്ലയുടെ വൃക്ഷമായും കായാമ്പൂവിനെ പുഷ്പമായും പ്രഖ്യാപിച്ചു. കരിനീലക്കടുവയാണ് ജില്ലയുടെ ചിത്രശലഭം. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ബോർഡാണ് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും ആസൂത്രണ സമിതിയുടെയും പിന്തുണയോടെ പ്രഖ്യാപനം നടത്തിയത്. സർക്കാർ ഔദ്യോഗിക പരിപാടികളിലൊക്കെ പരമാവധി ഈ പുഷ്പങ്ങളും ബൊക്കകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വയനാടിൻ്റെ ഔദ്യോഗിക മരത്തിൻ്റെയും പൈതൃക മരത്തിൻ്റെയും പൂവിൻ്റെയും ഒക്കെ തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുകയും വയനാട്ടിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലും സ്കൂളുകളിലുമൊക്കെ ഇത് നട്ട് വളർത്തി സംരക്ഷിച്ച് ഇതിനെ കരുതലോടുകൂടി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതുമാണ് ഈ പ്രഖ്യാപനം കൊണ്ട് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. പൂക്കോട് തടാകത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ മത്സ്യയിനമായ പൂക്കോടൻ പരലിനെ ജില്ലയുടെ മത്സ്യമായും വർഷത്തിൽ 1 മാസം മാത്രം കാണുന്ന വയനാടൻ തീക്കറുപ്പനെ ജില്ലയുടെ തുമ്പിയായും കാപ്പിത്തോട്ടങ്ങളിൽ കാണപ്പെടുന്ന മഞ്ഞക്കരയൻ മരത്തവളയെ ഉഭയജീവിയായും പ്രഖ്യാപിച്ചു. വയനാടിന്റെ തനത് സ്പീഷീസുകളെ പൈതൃകമായി സംരക്ഷിക്കാനാണ് തീരുമാനം. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, വയനാട്ടുകാർക്കെല്ലാം സ്പെഷ്യൽ ആണല്ലേ? ഇപ്പൊ നമുക്ക് ദേശീയ തലത്തിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു പക്ഷിയോ മൃഗമോ വൃക്ഷമോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ ഉത്തരവുണ്ട്. അതുപോലെ സംസ്ഥാന തലത്തിൽ ചോദിച്ചാലും അത് പറയാം. പക്ഷെ ജില്ലയ്ക്ക് സ്വന്തമായ ഒരു പക്ഷിയോ മൃഗമോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. പക്ഷെ വയനാട്ടുകാർക്ക് അതും സ്വന്തമായിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വംശനാശം സംഭവിക്കുന്ന സസ്യജന്തു ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണല്ലേ? ഹിമ, കടുവ നമ്മുടെ ദേശീയ മൃഗം, മയിൽ ദേശീയ പക്ഷി, ആന സംസ്ഥാന മൃഗം, മലമുഴക്കി വേഴാമ്പൽ സംസ്ഥാന പക്ഷി എന്നൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. ഇനി ഞങ്ങൾ വയനാട്ടുകാർക്ക് സ്വന്തമായി മൃഗവും പക്ഷിയും ഒക്കെ ഉണ്ട്. വയനാടിൻ്റെ മൃഗമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നീലഗിരി മാർട്ടിൻ എന്നറിയപ്പെടുന്ന നീലഗിരി മരനായ എന്നും തേങ്കോലൻ എന്നുമൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു വെരുകിനെ പോലിരിക്കുന്ന ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മൃഗമാണ്. ഉയരമുള്ള മലകളിലെ മരങ്ങളിലാണ് പ്രധാനമായും വസിക്കുന്നത്. വയനാട്ടിലെ ബാണാസുര മലനിരകൾ, ബ്രഹ്മഗിരി മലനിരകളിലൊക്കെയാണ് ഇതിൻ്റെ വാസസ്ഥലം. വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന ഒരു മൃഗമാണ്. ഈ നീലഗിരി മാർട്ടിനാണ് ഇനി വയനാടിൻ്റെ സ്വന്തം മൃഗം. അതുപോലെ പക്ഷി ബാണാസുര ചിലപ്പനാണ്. അതും വയനാട്ടിലെ ഉയരം കൂടിയ മലകളിലെ മരങ്ങളിൽ കാണപ്പെടുന്ന ഒരു കുഞ്ഞു കിളിയാണ്. തുരങ്കപാതയൊക്കെ വരുന്ന സമയത്ത് ബാണാസുര ചിലപ്പൻ്റെ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പരിസ്ഥിതി സംഘടനകൾ ആശങ്ക ഉന്നയിച്ചിരുന്നു. എന്തായാലും ബാണാസുര ചിലപ്പനാണ് വയനാടിൻ്റെ പക്ഷി. വയനാടിൻ്റെ ചിത്രശലഭം കരിനീലക്കടുവ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞു പൂമ്പാറ്റയാണ്. വയനാടിൻ്റെ വൃക്ഷം അതുപോലെ വയനാടൻ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാട്ടുചാമ്പയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് പുഷ്പത്തെക്കുറിച്ചാണ്. നല്ല നീല നിറമുള്ള കായാമ്പുവാണ് വയനാട് ജില്ലയുടെ പുഷ്പം. ഇതൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുൻകൈയെടുത്താണ്. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ പിന്തുണയോടെ ജില്ലാ ആസൂത്രണ സമിതിയുടെയൊക്കെ സഹകരണത്തോടെയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിൽ തന്നെ ഏറ്റവും ജൈവ സമ്പുഷ്ടമായ സ്വന്തമായി പക്ഷിയും മൃഗവും വൃക്ഷവും ഒക്കെ ഉണ്ട്. വയനാട്ടുകാരനായ കമലിന്റെ മുഖത്ത് അത് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും കാണാനുണ്ട്.